Hi, I'm Dr. Srilakshmi, Amrithalakshmi Ayurvedic Healthcare പേട്ട. ഇന്ന് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് നമ്മുടെ ഇപ്പോഴത്തെ സമ്മർ സീസണിലുള്ള സ്കിൻ ഇറിറ്റേഷൻസിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതായത് യൂഷ്വലി ഒരു 3-4 ടൈപ്സിൽ കാണാറുണ്ട്. ഇപ്പോൾ ഹീറ്റ് റാഷ് ആയിട്ട് കാണാം, സൺബേൺ ആയിട്ട് വരാം, അലർജിക് റിയാക്ഷൻസ് വരാം, അങ്ങനെ പല തരത്തിലുള്ള ഇഷ്യൂസാണ് വരിക. അത് സ്കിന്നിൽ മാത്രം ഉണ്ടാവണമെന്നല്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരും. അതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഹീറ്റ് റാഷ് വരാണെങ്കിൽ, ഹീറ്റ് റാഷ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കരമായിട്ടും സ്വെറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസിലൊക്കെ ബ്ലോക്കും മറ്റുമൊക്കെ വരുമ്പോൾ സ്വെറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ആക്സില അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ എവിടെയെല്ലാം മടക്ക് വരുന്നുണ്ടോ ശരീരത്തിൽ അവിടെയെല്ലാം അത് കൂടുതലായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുരുക്കൾ പോലെ, അത് ചിലപ്പോൾ ഒരു ബ്ലിസ്റ്റർ പോലെ ആവാം, ചിലപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുരുക്കൾ പോലെ റെഡ് കളറിൽ അങ്ങനെ ഒരു ചെറിയ റെഡിഷ്നെസ് പോലെ അങ്ങനെ കാണും. പക്ഷേ നമുക്ക് ചൊറിച്ചിലുണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും. അപ്പോൾ ഇച്ചിങ് സ്വെറ്റിങ് കൂടുതൽ വരുന്ന ഭാഗത്താണ് നമുക്കിത് കൂടുതലായിട്ട് കാണുക. അതുപോലെ തന്നെ ഇനി സൺബേണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പുറത്തേക്ക് കൂടുതൽ എക്സ്പോഷർ, ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട് ലൈക്ക് ഒരു 11 to 3 നമ്മൾ പുറത്തേക്ക് പോകരുത്. ആ സമയത്ത് ഉണ്ടാവുന്ന സൺബേൺ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ സൺബേണിൽ വരുമ്പോൾ നമുക്ക് UV റേഡിയേഷൻസ് വഴി സൺബേൺ ഉണ്ടാവാം. അതായത് ഒരു 11 to 3 ഈ ഒരു ടൈമിലാണ് കൂടുതൽ സൺ എക്സ്പോഷർ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ രാവിലെ ഒന്നു താമസിച്ചിരുന്നു, അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള ചൂട്, സൺലൈറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ വന്ന് നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിൻ റാഷസ് വരുന്നത് മാത്രമല്ല, ഒരു പൊള്ളൽ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നോ അതെല്ലാം ഉണ്ടാവും. പ്ലസ് ഇച്ചിങ്ങും കൂടെ ഉണ്ടാവും. അപ്പോൾ ചില കേസുകളിൽ സ്കെയിലിംഗ് ഉണ്ടാവാം, ചില കേസുകളിൽ നമ്മളിപ്പോൾ കവറിങ്ങും ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ട് പോലും ഇതേ സെയിം ഇഷ്യൂസ് കാണുന്ന കേസുകളും ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷനാണ്. അലർജിക് റിയാക്ഷൻ ഇൻ ദ സെൻസ് നമുക്ക് ഇപ്പോൾ സ്കിൻ അലർജീസ് വരാം, അതുപോലെ തന്നെ സ്നീസിങ് ഉണ്ടാവാം, റണ്ണിങ് നോസ് വരാം. അപ്പോൾ ചൂട് സമയത്ത് ഇപ്പോൾ മഴയോ തണുപ്പോ കൊണ്ട് ജലദോഷം പോലെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ചൂട് സമയത്തും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നെങ്കിൽ അത് അലർജി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ റണ്ണിങ് നോസ് ഉണ്ടാവാം. ഒരു കോൾഡ് ഉണ്ടാകുമ്പോൾ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ടോ അതെല്ലാ ബുദ്ധിമുട്ടുകളും വരും. അതുപോലെ തന്നെ കഫ് ഉണ്ടാവും, ഡ്രൈ കഫ് ഉണ്ടാവും, ഹെഡ് ഏക്സ് ഉണ്ടാവും, ഭയങ്കരമായ ഒരു ഫെറ്റിക്നെസ് ലൈക്ക് ഭയങ്കരമായ ഒരു ക്ഷീണം പോലെയും തലകറങ്ങുന്നത് പോലെയും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഒരു സീസണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആവുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് കുറേയെങ്കിലും കോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ ഉള്ളിലേക്ക് എങ്ങനെ എന്ത് കൊടുക്കുന്നോ അതുവഴി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോർമലാക്കാൻ പറ്റും. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രൂട്ട്സ് ഇൻ ദ സെൻസ് വാട്ടർമെലനൊക്കെ, ഫസ്റ്റ് ഷുഗറുള്ള ആൾക്കാർക്ക് പൊതുവേ നമ്മൾ വാട്ടർമെലൺ പോലെ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. സ്റ്റിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കഫോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ കോൾഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്കധികം കഴിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും സ്റ്റിൽ പകൽ സമയത്ത്, അതായത് സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് മുന്തിരി, അതുപോലെ തന്നെ തണ്ണിമത്തൻ, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കഴിക്കാം ഉള്ളിൽ കഴിക്കുമ്പോൾ. പിന്നെ പാല് കുടിക്കുക. പിന്നെ അപ്പോൾ മാംസാഹാരങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ചൂട് കൂടുതലാണ്. പക്ഷേ താറാവൊക്കെ കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ റെഗുലറായിട്ട് മുട്ട കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ മുട്ട കഴിക്കണം, ശരീരത്തിൽ അതിന് വേണ്ടിയ നമുക്ക് എല്ലാ സംഭവങ്ങളും വേണം, പ്രോട്ടീൻസ് ആയിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും വേണം എന്നുള്ള കേസുകളിൽ നമുക്ക് കോഴിമുട്ട കഴിക്കുമ്പോൾ ശരീരത്തിൽ ചൂട് കൂടും. അത് നമുക്ക് തൽക്കാലം താഴാമുട്ട വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ കേസുകളിലും നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ആഹാര കാര്യങ്ങൾ വരുമ്പോൾ. ഇപ്പോൾ കൊച്ചുള്ളി ഉണ്ട്, സവാള ഉണ്ട്, ഒന്ന് തണുപ്പും ഒന്ന് ചൂടുമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ സാധാരണ എത്ര വെള്ളം കുടിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം കുടിച്ചാലേ ഈ സമയത്ത് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുടിക്കുന്നുണ്ട് എത്ര കുടിച്ചിട്ടും ചൂടിനൊരു വ്യത്യാസമില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും ഒരു 2 ലിറ്റർ ബോട്ടിൽ വെള്ളം നമ്മൾ ഇരിക്കുന്നിടത്ത് കരുതിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് കുടിച്ചോളും. അപ്പോൾ കുടിക്കുന്നതിന് നമുക്കും ഒരു എത്ര കുടിച്ചു എന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി നമ്മൾ കുടിക്കാൻ എത്രത്തോളം കുടിക്കണം എന്നുള്ളതിന് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് കുടിച്ച് പോവുകയും വേണം. അപ്പോൾ വെള്ളം കുടിക്കുക. പിന്നെ കരിക്ക്
ഏറ്റവും ബെസ്റ്റാണ് ഈ സമയത്ത്. കരിക്ക് കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്രൂട്ട്സിലും പിന്നെ നമ്മൾ ലൈക്ക് കുടിക്കുന്ന സംഭവങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മോരൊക്കെ കാച്ചി കുടിക്കാൻ പറ്റിച്ചല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മൾ പറയില്ലേ നല്ലതായിട്ട് എല്ലാം കൂടെ ഇട്ട് കടങ്ങിയിട്ട് മോര് കുടിക്കുക എന്നൊക്കെ. അങ്ങനെയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അതിൽ മാക്സിമം എരിവ് ഉപ്പ് ഒക്കെ കുറയ്ക്കുക. ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് അതൊന്നും അധികം പറ്റില്ല. അപ്പോൾ എന്നാൽ നമുക്ക് തൈരൊക്കെ ആകുമ്പോൾ അതിൻ്റെ തണുപ്പ് ശരീരത്തിന് വേണം താനും. ഒരേ സമയം തൈരെന്ന് പറയുന്ന സംഭവം നമുക്ക് ഇൻറ്റേർണലിയും ഗുണമാണ്, എക്സ്റ്റേണലും അതെ. അത് ഈ ചൂട് സമയത്തായതുകൊണ്ടാണ്. നമുക്ക് പുറമേ എന്തെങ്കിലുമൊക്കെ ഈ സ്കിൻ റാഷസ് ഒക്കെ വരുന്നതിൽ ചില കേസുകളിൽ, എല്ലാ കേസുകളിലും ഞാൻ പറയില്ല, ചില കേസുകളിൽ നമുക്ക് അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് റിലീഫ് കിട്ടും. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസിൽ സാലഡ്സ്, അതായത് വെള്ളരിക്ക ആയിരുന്നാലും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, തക്കാളി, ലീഫി വെജിറ്റബിൾസൊക്കെ അതൊക്കെ നന്നായിട്ട് കഴിക്കുക. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇൻറ്റേർണലി ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പോലെ തന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ തൈരിൻ്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, അത് ഒരു ഡെർമറ്റൈറ്റിസ് ലൈക്ക് കണ്ടീഷൻസിലൊക്കെ നമുക്ക് കുറേയൊക്കെ യൂസ്ഫുള്ളായി കാണാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായ ചൂടും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് ബ്ലിസ്റ്റേഴ്സൊക്കെ ഫോം ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങകളും എടുത്ത് മാറ്റി വെച്ചിട്ട് അത് ദേഹത്ത് അപ്ലൈ ചെയ്താൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ശരീരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം വെച്ചാൽ റെഗുലറായിട്ട് ഒരു ദിവസം തന്നെ 1-2 പ്രാവശ്യം കുളിക്കുക. ശരീരം മാക്സിമം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. പുറമേ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അകമേ നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുക. പിന്നെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ വെയറിങ് ക്ലോത്ത്സ്, അതിലും തുണികളായിരുന്നാലും പക്ക കോട്ടൺ തുണികൾ, അതും കുറച്ച് ലൂസായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. കാര്യം നമുക്ക് പുറമേ കാണുന്ന എക്സ്പോസ്ഡ് ഏരിയാസിൽ ഇപ്പോൾ സൺബേൺ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുരുക്കളോ ഇച്ചിങ്ങോ ഒക്കെ വന്ന് നമ്മൾ കാണും. പക്ഷെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. പക്ഷെ അവനവൻ്റെ ശരീരത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ കെയർ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റേർണലി എക്സ്റ്റേണലി നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമേ സോൾവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോകാനായിട്ട് നോക്കുക. പിന്നെ എന്താണ്, വെള്ളം കുടിക്കുന്നത് ക്ലിയർ ചെയ്യുക. ഫുഡ് കഴിക്കുന്നതിൽ കൂടുതലും ശരീരത്തിൽ ചൂട് കൂടാത്ത രീതിയിൽ, അതായത് തണുപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പുറമേ നമുക്ക് വേറെ ക്ലോത്ത്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പുറമേ നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെ സ്കിന്നും ഓരോ തരത്തിലാണ്, ഓരോരുത്തരുടെ പ്രകൃതിയും ഓരോ തരത്തിലാണെന്ന് പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ സ്കിന്നിനും ഓരോ തരത്തിലാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരേ അസുഖം പലർക്കും ഒന്നെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഒരുപാട് ചികിത്സിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ, നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ആയുർവേദ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്രധാര ചെയ്യാൻ പറ്റും. തക്രധാര എന്ന് പറഞ്ഞാൽ ശിരസിലും ചെയ്യാം, അതുപോലെ തന്നെ അധോഭാഗം കഴുത്തിന് കീഴ്പോട്ടും നമുക്ക് തക്രധാര യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ് ഞവരക്കിഴി. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാന ട്രീറ്റ്മെൻറ്റ്സ്. അതിൽ ശിരസിൽ നമ്മൾ കൊടുക്കുന്നത് തക്രധാരയാണ്. അതേ തക്രധാര തന്നെ നമുക്ക് ശരീരത്തിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ കേസുകളൊക്കെ ഉണ്ടാകുന്ന സ്കിൻ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കരമായ ചൂട്, ഭയങ്കരമായി വിയർക്കുന്നു, ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ശരീരം അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ടും ഒരു ബേണിംഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞവരക്കിഴി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യത്തിൽ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആയുർവേദത്തിൽ ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക. പിന്നെ ഉള്ളിൽ കഴിക്കാനായിരുന്നാലും നമുക്ക് മെഡിസിൻസിലായിരുന്നാലും ഇതുപോലെ തന്നെ ശരീരം തണുപ്പിക്കാനുള്ള മെഡിസിൻസ് എടുക്കാൻ പറ്റും. അതൊരു ലൈക്ക് ഈ മെഡിസിൻസ് എന്നുള്ള രീതിയിൽ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്കതൊരു എന്താണ്, ഒരു ലൈക്ക് റെജുനേഷൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പോലെ തന്നെ ഒരു ഇൻറ്റേർണൽ മെഡിസിൻസും അതേ രീതിയിൽ, അതേ കാറ്റഗറിയിൽ ചിന്തിച്ച് നമുക്ക് ആസ് ഫുഡ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു മെഡിസിൻ എന്ന് പറയുമ്പോൾ അതൊരു രോഗത്തിന് കൊടുക്കുന്നതാണ്. അങ്ങനെ അല്ലാതെ തന്നെ പല മെഡിസിൻസും നമുക്കൊരു ഫുഡ് എന്ന നിലയ്ക്ക് നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളെയും കറക്റ്റ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകത്തക്ക രീതിയിൽ കഴിക്കാൻ പറ്റുന്നതായിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാവുന്നതാണ്. താങ്ക് യു.